നമ്മളിതിലേക്ക് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇടുക. ഇന്ന് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാളയാണ്, വീട്ടിൽ എന്താണോ സാധനങ്ങളുള്ളത് അതുകൊണ്ടാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. പിന്നെ തേങ്ങ ഇട്ട് അതിനകത്തേക്ക് പിന്നീട് ശകലം അങ്ങനെ ഉലുവ ഇടുക. എൻ്റെ ഉലുവ ഞാൻ കഴുകി ഉണക്കിയ സാധനമാണ് കേട്ടോ, അതുകൊണ്ടാണത് അങ്ങനെ എടുത്തിരുന്നത്. കഴുകി ഞാൻ ഉണക്കി വെക്കും എപ്പോഴും. ഉലുവ കഴുകി ഉണക്കുമ്പോൾ നമുക്ക് ബോട്ടിലിൽ വെക്കുമ്പോൾ പെട്ടെന്ന് ഇടാൻ പറ്റും. പിന്നെ അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നീട് ശകലം കുറച്ച് തേങ്ങ മാത്രം 2 സ്പൂൺ തേങ്ങ എടുത്തിട്ട് അതിനകത്ത് വലിയ ജീരകം ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിലേക്ക് ഒഴിക്കുക. വലിയ ജീരകമാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മി കൊടുക്കണം. നന്നായിട്ട് ഇതിനകത്തേക്ക് തിരുമ്മിയതിന് ശേഷം നമ്മൾ ഉപ്പിടുക. നമുക്ക് ചോറിന് വേണ്ട ഉപ്പിട്ട് പിന്നെ ഒന്ന് നല്ലോണം തിരുമ്മണം കേട്ടോ. നല്ലോണം തിരുമ്പുക. എന്നിട്ട് ഞാനിവിടെ 2.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2.5 കപ്പ് അരിയിലേക്ക് 4.5 കപ്പ് വെള്ളം ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാനിതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇത് നമ്മൾ എത്ര പെട്ടെന്നാണ് നമുക്ക് വേഗത്തിൽ ഇതിൻ്റെ പണി തീർക്കാം. പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ജോലി ചെയ്യാം. ബാക്കിയുള്ള വെള്ളം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇത് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ കുമ്പളങ്ങയുടെ കറി ശരിയായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ അരച്ചൊഴിക്കണം. തേങ്ങ അരച്ചൊഴിക്കപ്പോൾ കണ്ടോ, ചിക്കനും കുമ്പളങ്ങയും കൂടി ഉണ്ടല്ലേ. ഇനി നമ്മൾ തേങ്ങ അരച്ചൊഴിക്കാം. തീ വെച്ചിട്ടുണ്ട്. തീ കത്തിച്ച് വെക്കട്ടെ. ഒന്ന് ഗ്യാസ് ഓണാക്കിയിട്ട് നമ്മൾ തേങ്ങയിനകത്ത് ഞാൻ തേങ്ങയും ചെറിയുള്ളിയും വലിയ ജീരകം ശകലം വലിയ ജീരകവും കൂടി കൂട്ടിയിട്ടാണ് അരച്ചെടുത്തത്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്ര ആവശ്യത്തിന് കറി വെച്ചാൽ അധികം ടൈറ്റ് ആകരുത്. കറി കുറച്ചൊരു ലൂസ് വേണം കറിക്ക്. വെച്ചാൽ നമ്മൾ ചോറിൽ ഒഴിച്ച് കഴിക്കാനുള്ള കറിയല്ലേ, അപ്പോൾ കുറച്ചൊരു ലൂസ് വേണം. ഒരു നാടൻ കറിയല്ലേ ചിക്കൻ്റെ. അപ്പോൾ ഇതുപോലെ കുറച്ച് ലൂസാക്കിയിട്ട് കറി ഇതാക്കുക. കണ്ടില്ലേ, ഇങ്ങനെ നോക്കിക്കോളൂ. ഇങ്ങനെ കറി ശരിയാക്കിയെടുക്കണം നമ്മൾ. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് ചിക്കനൊക്കെ ഉണ്ട് ഇതിനകത്ത്. ചിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ്റെ കുറച്ചൊക്കെ ഭാഗം, നല്ല ഭാഗങ്ങളൊക്കെ ഒരു ദിവസം കറി വെച്ചിട്ട് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുക്കുക നമ്മൾ. ആ കുറച്ച് ഭാഗങ്ങൾ മാറ്റി വയ്ക്കുക. പിറ്റേ ദിവസം ഒരു കറി ഉണ്ടാക്കണം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആ ചൊവ കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, അടുത്തത് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ തൂമിച്ചൊഴിക്കണം. ഇതിനകത്തേക്ക് തൂമിച്ചൊഴിക്കുക. തേങ്ങാപ്പാലൊന്നും ചേർക്കേണ്ട, സാധാരണ ഒരു കറിയാണ് ഇതുള്ളത്. അപ്പോൾ തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. 75 രൂപയാണ് 1 കിലോ തേങ്ങയ്ക്ക് വില ഉള്ളത്. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ നമുക്കുണ്ടാകുന്ന സാധനങ്ങൾ അത് വെച്ച് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അത് നല്ല ടേസ്റ്റോടു കൂടി മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഒരു ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ആ ഉള്ളിക്ക് വഴറ്റുന്നതൊക്കെ നല്ല ശ്രദ്ധിക്കുക. ഇതിപ്പോൾ പെട്ടെന്നൊരു ബാച്ചിലർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഭക്ഷണമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇനി അത് മിക്സി ഇല്ലെങ്കിലും അവർക്ക് വെറുതെ അതിലേക്ക് അരിഞ്ഞിട്ടാൽ മതി. എന്നിട്ട് കുക്കറിൽ ഇതേപോലെ ഇട്ട് നമുക്കൊന്ന് ചെയ്യാനുള്ള പണിയേ ഉള്ളൂ. പെട്ടെന്ന് കഴിയും. വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നല്ലോണം ഉള്ളി നന്നായിട്ട് മൂത്ത് വരട്ടെ. ഉള്ളി നല്ലോണം മൂത്ത് വരണം. ഉള്ളി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ കരിവേപ്പിലയും കൂടി ഇടുക. കരിവേപ്പില നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. ഉള്ളി നല്ലോണം മൂത്ത് വന്ന് ഇനി അഥവാ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ കറി മാറ്റി അവർക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് ബാക്കി ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് തൂമിച്ചൊഴിക്കാം. അതാണ് പാകത്തിനുള്ള. നമ്മൾ എരിട്ട് കഴിഞ്ഞാൽ തൂമിക്കണം നിർബന്ധങ്ങളൊന്നുമില്ല. തൂമിച്ചൊഴിക്കുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് പറയണത്. ഇവിടെ കുട്ടികൾക്ക് തൂമിച്ചൊഴിക്കണം. തൂമിക്കുന്ന ആ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ ഉള്ളിയുടെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ തൂമിച്ചൊഴിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ തടിച്ചാണെങ്കിൽ ഞാൻ എണ്ണൊന്നും യൂസ് ചെയ്യില്ല. നമ്മൾ ഇതിലേക്ക് എടുത്തൊഴിക്കുക. നന്നായിട്ട് ഇളക്കിക്കൊടുക്കുക. എന്തൊരു നല്ല മണമാണ് ഇതിന് വരുന്നതെന്നറിയോ. ഇത് നമ്മൾ വയ്ക്കുമ്പോഴത്തേക്കും അപ്പോൾ ഭയങ്കര നല്ല മണം വരുന്നുണ്ട് ഈ കറിക്ക് നമുക്ക്. അപ്പോൾ 1 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. 1 1/2 കപ്പ് വെള്ളം. 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 1
കണ്ടോ കറി നന്നായിട്ടിരിക്കുന്നില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കറി കാണാൻ. ഇതൊന്ന് കഴിച്ചു നോക്കുമ്പോഴത്തെ നല്ല സ്മെല്ലടിക്കുന്നുണ്ട്. ഇനി നമ്മൾ വഴുതനങ്ങ മുളകിടാൻ വേണ്ടിയിട്ട് ശകലം കടുകിടുക, കുറച്ചിട്ടാൽ മതി കടുകിടുക. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അത് നല്ലോണം പൊട്ടിക്കഴിയണം കേട്ടോ. പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി അതിനകത്തേക്ക് ചതച്ചിടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് വഴുതനങ്ങ ഇതിനകത്തേക്ക് ഇടുക. വഴുതനങ്ങ, വഴുതനങ്ങയും പച്ചമുളകും കൂടി കീറിയിട്ട് ഇട്ട് കൊടുക്കണം. അതിങ്ങനെ നന്നായിട്ട് പൊരിച്ച പോലെ വരണം. കുറച്ചൊന്ന് നന്നായി അധികം പൊരിയാൻ പാടില്ല. ആ വഴുതനങ്ങയുടെ സ്കിന്നൊന്നിങ്ങനെ വേറിട്ട് വരുന്നത് പോലെ ആക്കിയെടുക്കണം. ഇവിടെ വഴുതനങ്ങ ചെറിയ മോള് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവൾ ചിലപ്പോൾ ചിക്കൻ കറി കൂട്ടില്ല. അപ്പോൾ അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ മുളകിട്ടതൊക്കെ ഇങ്ങനെ. അപ്പോൾ ഇന്ന് വഴുതനങ്ങ ഉള്ളത് കൊണ്ട് അവൾ വഴുതനങ്ങ മുളകിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് ഇഷ്ടമാണ് പുളിയൊക്കെ ഒഴിച്ചിങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ് അവൾക്ക്. ഇനി നമ്മളിതിനകത്തേക്ക് തക്കാളി കരിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. ഇത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നീട് അതിലേക്ക് ചേർത്തേണ്ടത് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി ഞാൻ 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ സാധാരണ എരിവുള്ള മുളക്, പക്ഷേ ഇത് അധികം അത്ര എരിവില്ല. ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്ത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ എന്ന് രാവിലെ എഴുന്നേറ്റിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഒന്ന് ഫ്രിഡ്ജിൽ പോയി നോക്കണം. നമ്മുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ഫ്രിഡ്ജിൽ പോയി നോക്കുക. എന്തൊക്കെയാണ് നമുക്ക് ഫ്രിഡ്ജിനകത്ത് ഇന്ന് കറി വെക്കാനുള്ളത്, എന്താണ് അവിടെ കുറവ് എന്നൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ എന്നും. അല്ലെങ്കിൽ തലേന്ന് രാത്രി കിടക്കാൻ നേരത്തോ അല്ലെങ്കിൽ വൈകിട്ടാണ് ഏറ്റവും നല്ലത്. പിന്നെ അപ്പം നമുക്ക് എല്ലാ സാധനങ്ങൾ കടയിൽ നിന്ന് മേടിക്കാം. പക്ഷെ നമ്മളടുത്ത് ഉള്ള സാധനങ്ങൾ വഴുതനങ്ങ മാത്രമുള്ളൂ. എങ്ങനെ വഴുതനങ്ങ മാത്രം കറി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കി വയ്ക്കുക. അങ്ങനെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് നമ്മുടെ ചിലവിനും ഒക്കത്തിനും ആശ്വാസമാണ്. മറ്റേതങ്ങനല്ല, ഈ വഴുതനങ്ങ കേട് വരികയെന്ന് പറയും. ഈ വഴുതനങ്ങ കൊണ്ടുപോയിട്ട് നമ്മളിടും. ഇതെല്ലാം കാണുന്ന ഒരു ദൈവം തമ്പുരാനുണ്ട്. ഇത് നമുക്ക് എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നുണ്ടായാൽ നാളെ ഇല്ലേ ഒന്നും നമുക്കല്ല. പിന്നെ നാളെ നമ്മൾ നേരം വെളുത്ത് മേപ്പെട്ട് നോക്കേണ്ടി വരും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു അടുക്കും ചിട്ടയും ഉണ്ടാവണം. അമ്മമാർ വിചാരിക്കുന്നത് അമ്മമാർക്കാണ് പറഞ്ഞു തരുന്നത് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ അമ്മമാരെ കുറ്റം പറഞ്ഞു. ഒരിക്കലും അല്ല കുറ്റം പറയുന്നത്. ഞാനും ഒരു അമ്മയാണ്, കുറ്റം പറയുന്നില്ല. ഇപ്പം നമ്മൾ അഫ്ഫാൻ്റെ ഒക്കെ നമ്മൾ കണ്ടില്ല. അതൊക്കെ കാണുമ്പോൾ ദൈവമേ നമുക്ക് സഹിക്കാൻ ഒട്ടും പറ്റില്ല. എന്താ നമ്മളെങ്ങനെ സഹിക്കുന്നത്? ആ മനുഷ്യൻ പറയുന്നത് കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. ഒരു അമ്മയ്ക്കും നമുക്കൊരു വീട്ടുകാർക്കും അത്. അപ്പോൾ ആ മനുഷ്യൻ എങ്ങനെ നേരിടുന്നത്? ദൈവം സർവശക്തനായ രക്ഷിതാവ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ക്ഷമയും സഹനവും കൊടുക്കട്ടെ. ദൈവം അവരുടെ ഈ നല്ല ദിവസങ്ങൾ അവരുടെ പ്രാർത്ഥന കേൾക്കട്ടെ. എന്ത് ചെയ്യാനാണ്, നമ്മളെ മക്കൾ ഇങ്ങനെയായി പോകുന്നതിന് നമുക്കൊന്നും കുറ്റം പറയാൻ വയ്യ. എന്തുകൊണ്ടാണ് പഫാൻ എങ്ങനെ ആയത് നമുക്കറിയും? ഒരിക്കലും അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞാൽ ആ കുട്ടിക്ക് മന്തി വാങ്ങിക്കൊടുത്തെന്നൊക്കെ പറയുന്നിട്ടില്ല. ഒരുപാട് ജീവിത ചെലവിന് വേണ്ടി നമ്മൾ നട്ടം മൂടും. പക്ഷെ എവിടെയാണോ നമ്മുടെ കാല് പിഴച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയി. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ വീട്ടിലുള്ള എന്തെല്ലാം സാധനങ്ങളുണ്ട് അതെടുത്തൊരു കറി വെക്കാൻ നല്ല ടേസ്റ്റിൽ വെക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ വിചാരിച്ച് നമ്മൾ അങ്ങനെ വെക്കാൻ നോക്കണം എപ്പോഴും. ഇപ്പം ഞാൻ പുളിയാണ് എടുത്തൊഴിച്ചത് കേട്ടോ. ഇനി ഈ പുളി ഒഴിച്ചിട്ട് ഈ പുളിയിൽ കിടന്ന് ഇത് നല്ലോണം ഒന്ന് കുറുകട്ടെ കേട്ടോ. ഒന്ന് കുറുകി വരട്ടെ. ഇപ്പോൾ വഴുതനങ്ങ നല്ലോണം തിളച്ച് വഴുതനങ്ങ വെന്തിട്ടുണ്ട്. ആ വെന്ത് വരുമ്പോൾ മാത്രമാണ് നമ്മൾ എന്തിട്ട് കൊടുക്കേണ്ടത്? ഉപ്പിട്ട് കൊടുക്കേണ്ടത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചൊരു സ്വീറ്റ് ഉണ്ടാവണം. അതിന് വേണ്ടി കുറച്ച് ശർക്കര ഇടണം നമ്മൾ, ഒരു ചെറിയൊരു സ്വീറ്റ്നെസ്സിന്.
നന്നായിട്ട് ശർക്കര അലിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കായപ്പൊടി ഇടണം. കായപ്പൊടി ഇട്ട് നമ്മൾ വെറും 5 മിനിറ്റ് കൊണ്ടാണ് ഈ വഴുതനങ്ങയുടെ തൊടുകറി ആയത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓഫ് ചെയ്യുക, ബാക്കി വയ്ക്കുക. എല്ലാവരും എൻ്റെ ചാനലൊന്ന് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും എൻ്റെ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും, എല്ലാവർക്കും സ്നേഹവും സന്തോഷവും സമാധാനവും എല്ലാം നൽകുന്നു. എല്ലാവർക്കും ദൈവം നല്ലത് മാത്രം തരട്ടെ. ദൈവത്തിനോട് എപ്പോഴും പ്രാർത്ഥിക്കുക. ദൈവമേ, നീ തന്ന മക്കളാണ്, മക്കളെ നീ കാത്തുകൊള്ളണം. പക്ഷെ ദൈവത്തിൻ്റെ സ്വത്താണ് മക്കൾ എന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റേതാണ്. ദൈവം ഏത് നിമിഷവും നമ്മളിൽ നിന്ന് എടുക്കും. അപ്പോൾ നമ്മുടെ അഹങ്കാരവും എല്ലാം നമ്മൾ ഒഴിവാക്കും. നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തിയെടുത്ത് നമ്മൾ നാളെ നല്ലൊരു പൗരന്മാരാക്കി അവരെടുക്കുക. മറ്റുള്ളവരോട് കരുണവും സ്നേഹവും ഒക്കെ ഉണ്ടാകണം അവർക്ക്. പാവങ്ങളോടും കരുണയും സ്നേഹവും ഒക്കെ ഉള്ള മക്കളാക്കി വളർത്തണം. ചെറുപ്പത്തിലെ അവരെ കൊണ്ട് ചെറുതായി പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സുണ്ടാക്കി കൊടുക്കുക. എല്ലാവർക്കും എൻ്റെയും എൻ്റെ മക്കളുടെയും പ്രാർത്ഥന ഉണ്ടാകും. അതേപോലെ നിങ്ങളും എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, ബൈ.